കുറിച്ച് ചിന്തിക്കുന്ന ആളുടെ ചിന്തയിൽ വരാതെ പോകില്ല, അല്ലെങ്കിൽ ചിന്തയിൽ നിന്ന് മറന്നു നിൽക്കില്ല. എന്ത് അന്നമൻ യഖ്താറു നഫ്സിഹി മർഅത സാലിഹ, തനിക്ക് വേണ്ടി സദവൃത്തയായ ഒരു സ്ത്രീയെ തന്റെ പങ്കാളിയായി തിരഞ്ഞെടുക്കുന്ന ഒരു പുരുഷൻ. അതേപോലെ ദാമ്പത്യ ബന്ധത്തില് അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തുണ്ട്, മനുഷ്യ പ്രകൃതിയുടെ അതായ ഒരു വഴിയിൽ. അതേപോലെ ശരീഅത്ത് നിശ്ചയിച്ച ആ വഴിയിൽ എന്തിന് സന്താനങ്ങളെ തേടുന്ന, സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച നിയതമായ നിയമം അംഗീകരിക്കുന്ന ഫിത്രത്തിൻ്റെതായ വഴി, ആ വഴിയിൽ നിന്ന് പുറത്തും പോകരുത്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ, പോകാതിരിക്കുന്ന ഒരാൾ വലത്. അപ്പൊ അങ്ങനെ സ്ത്രീയുടെ കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷ പുലർത്തി വളരെ തേടുന്ന കാര്യത്തിലും വേണ്ട പോലെ അള്ളാഹു നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അള്ളാഹു നൽകുന്ന സന്താനങ്ങളെ ഏറ്റവും നന്നായിട്ട് ശിക്ഷണം കൊടുത്ത് വളർത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദുനിയാവില് കൺകുളിർമുള്ള ആളായിരിക്കും. അവന്റെ ഹാല് നന്നാവും, അവന്റെ കുടുംബത്തിന്റെ ഹാൽ നന്നാവും, അവന്റെ വീടിന്റെ സൗഭാഗ്യവും സന്തോഷവും വരും. എന്നാൽ അമ്മലും ഷഹ്വാത്തുഹും, തങ്ങളുടെ ഇച്ഛകൾ തങ്ങളെ കൊണ്ട് തുകയാൻ കാണിപ്പിക്കുന്ന ആൾക്കാർ, അതായത് ഇച്ഛകൾക്ക് വേണ്ടി തെറ്റായത് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് ആ ഇച്ഛകൾ അവരെ ഹദ്ദിൽ നിന്ന്, അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കുന്നു. വസ്തുനൻ, അള്ളാഹു നിശ്ചയിച്ച വഴികളിൽ നിന്ന് പുറത്തേക്ക് അവരെ കൊണ്ടുപോകുന്നു. അത്തരം ആളുകൾ ഈ ദുനിയാവിന് അവർക്ക് വളരെ വിഷമുണ്ടാക്കുന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. മുനവ്വിസാത്ത് എന്നാൽ തൊണ്ടയിൽ കെട്ടുന്ന അനുഭവങ്ങൾ എന്നുള്ളതാണ്. വിഷമുണ്ടാക്കുന്ന അതിന് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ദുനിയാവിന്റെ ജീവിതത്തിൽ തന്നെ അവർ ഷിഖാവ് അനുഭവിക്കുന്നവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നാൽ വഹുഫിൽ ആഖിറത്തി അഷ്ഖാ വഅദല്ലു സബീല, ദുനിയാവിന്റെ അനുഭവം ഉണ്ടാവും, പരലോകത്തെത്തുമ്പോൾ അതിനേക്കാളും ഷിഖാ അനുഭവിക്കേണ്ടി വരും, അതിനേക്കാളും പിഴച്ച മാർഗത്തിലായിരിക്കും പരലോകത്ത് അവരുടെ ലൈനാകെ തെറ്റിയിരിക്കും. അപ്പൊ രണ്ട് വീടിന്റെയും ദുനിയാവിന്റെ ആഖിറത്തിന്റെയും സൗഭാഗ്യം, സന്തോഷം എന്ന് പറയുന്നത് നഫ്സിനെ ശരിക്ക് കാമിലാക്കുന്നതിലൂടെയാണ്. കാമിലാക്കേണ്ടത് സഹീഹ്, ഏറ്റവും ശുദ്ധമായ ശരിയായ വിശ്വാസത്തിലൂടെയും അഖ്ലാഖിൽ മുഅ്തദില, ഏറ്റവും പാകപ്പെട്ട സ്വഭാവ ഗുണങ്ങളിലൂടെയും ആണ്. വതിൽക ഹിയ അൽ ഫിത്രത്തു സലീമ, അതാണ് സലീമത്തായ പ്രകൃതം എന്ന് പറയുന്നത്. അപ്പോ ബഷീറിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്, മുഅ്മിനീങ്ങൾ എന്നുള്ള ആ വാക്കോടെ പറഞ്ഞത്, ആ താബീർ ഒരു കാര്യം അറിയിക്കുന്നു. ഒരു പ്രവർത്തനം പറഞ്ഞാൽ ചെയ്യുക, അനുസരിക്കുക, അള്ളാഹുവിന് വിധേയപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് ഒരു മുഅ്മിനിന്റെ ഈമാൻ കൊണ്ട് യാഥാർത്ഥ്യമായി തീരുന്ന കാര്യം. ശരിക്കുള്ള ഈമാൻ കൊണ്ടാണ്, ഒരു മുഅ്മിനിലാണ് അത് ഹഖീഖത്തായി വരിക. അംഗീകാരം, വിധേയത്വം, അനുസരണം എന്നൊക്കെ പറയുന്ന സംസ്കാരം. അതിന്റെ ഫായിദത്തുൽ ഈമാൻ ബി സമറാത്തിഹി ഹാദി, ഈമാനിന്റെ ഫായിദ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഈ ഫലങ്ങളിലൂടെയാണ് ഈമാനിന്റെ ഫായിദ വരിക. വൈൻഷി തഖുൽത ബി തമാം ഇർക്കാനി, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈമാനിന്റെ റുക്നുകളെല്ലാം പൂർണ്ണമാകുമ്പോഴാണ് എന്ന് അങ്ങനെയും പറയാം. വഹിയ, എന്താണ് റുക്നുകൾ? അൽ ഇഅ്തിഖാദ് വൽ ഖൗൽ വൽ ഫിഅൽ. ഈമാനിന്റെ റുക്നുകളിൽ വിശ്വാസമുണ്ട്, വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്. എല്ലാം കൂടി കൂടിയതാണ് ഈമാൻ. മനസ്സിലെ വിശ്വാസത്തിന്റെ പേര് മാത്രമല്ല ഈമാൻ. ഈമാൻ ഖൗലും ഫിഅലും എന്നൊക്കെ സഹീഹ് ബുഖാരിയുടെ കിതാബുൽ ഈമാനിന്റെ ആരംഭത്തിൽ തന്നെ സ്വീകരിച്ച് കാണാം. അപ്പൊ ഏറുകയും കുറയുകയും ചെയ്തു. അത് ഖൗലും ഫിഅലും കൂടിയതാണ്. വെറും മാനസിക വ്യാപാരം മാത്രമല്ല എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ആയത്തുകൾക്ക് ബയാനായിക്കൊണ്ടുള്ള സഹിഹായ ഹദീസുകളിൽ അതൊക്കെ വന്നിട്ടുണ്ട്. ഈമാനിന്റെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അഖീദയെയും അഖീദയുടെ അനുബന്ധമായിട്ട് വരുന്ന അമലുകളെയും വേർപിരിക്കുന്ന ആളുകൾക്കുള്ള ദാമികത്താണ്, അവരുടെ മസ്തകത്തിന് വേടുന്ന തെളിവുകളാണ് ഈ ഹദീസുകളിലുള്ളത്. ദമക പറഞ്ഞാല് ദിമാഗിന് നേട്ടം കൊടുക്കുക. ദിമാഗ് പറഞ്ഞാല് അറിയാലോ, ബുദ്ധിയാണ്. അപ്പൊ അവരെ തകർക്കുന്ന, അവരുടെ മസ്തകം തകർക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇത്. തമ്പി ഇവിടെ
അള്ളാഹു നൽകിയ ആ ഉണർത്തൽ ഒന്നുകൂടി പറയാം. ഇവിടെ ഉണർത്താനുള്ള കാര്യം എന്താ വെച്ചാൽ, ഖുർആൻ ഇവിടെ കാണിച്ച ഒരു ശുദ്ധത ഉണ്ട്. എന്തില്? സാധാരണ നമ്മൾ പച്ചയായിട്ട് വെട്ടിത്തുറന്ന് മടിക്കുന്ന വാക്കുകളുണ്ട്, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധവും കാര്യങ്ങളും. അങ്ങനെ തസ്രീഹ് ചെയ്യാൻ ആരും രചിക്കുന്ന തരം കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഇബാറത്ത് പറയുമ്പോൾ, വാചകം പറയുമ്പോൾ അവിടെ പച്ചയായിട്ട് പറയില്ല. അതിനൊരു കിനായത്ത് പ്രയോഗമാണ്, ഒരു വ്യംഗ്യ പ്രയോഗമാണ് കൊണ്ടുവരിക. അപ്പൊ ആ ശുദ്ധത ഖുർആൻ സ്വീകരിച്ചത് നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. ബിൽ കിനായാത്തിൽ ബഈദ ലത്തി യുഫ്ഹം മിൻഹാൽ മുറാദ്. അത് പിന്നെ നേർക്കുനേരെ പച്ചയായിട്ട് പറയുന്നതിൽ നിന്ന് വളരെ ബഈദായ വ്യംഗ്യ പ്രയോഗങ്ങളായിരിക്കും. എന്നാൽ അതിന് ഉദ്ദേശം മനസ്സിലാകുകയും ചെയ്യും. വലാ തസ്തഹി മിൻ തിലാവത്തിഹൽ അസ്റാഉ ഫീ ഖിദ്രിഹ. ഒരു കൂടാരത്തിനകത്ത് വളരെ ലജ്ജാവതിയായി കഴിഞ്ഞുകൂടുന്ന ഒരു കന്യകക്ക് പോലും ആ വാക്ക് പാരായണം ചെയ്യാൻ ലജ്ജ തോന്നൂല. അത്രയും മാന്യമായിട്ടുള്ള വാക്കായിരിക്കും ഖുർആനിലുള്ളത്. പിന്നെ ഇത്തിയാൻ ബിമാന അൽ മജീദ്. ഇവിടെ ഇത്തിയാൻ എന്നുള്ളത് നിങ്ങൾ അവരെ സമീപിക്കുക എന്നുള്ള വാക്ക്, മജീദ് എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക്. കിനായത്തുൽ ലത്തീഫത്തുൻ കഖൗലിഹി വലാ തഖറബൂഹുന്ന. നിങ്ങൾ അവരോട് അടുക്കരുത് എന്ന് പറയുന്നുള്ള വാക്ക് പോലെ തന്നെ ലത്തീഫത്തായ ഒരു കിനായത്താണ്. അടുക്കരുത് എന്നാൽ അവരടുത്തേക്ക് പോയി ഇരിക്കരുത് എന്നൊന്നല്ല, നിങ്ങൾ അവരുമായി സമ്പർക്കത്തിന് പോകരുത് എന്നുള്ളതാണ്. ഒരു കൃഷിയിടം എന്ന രീതിയിൽ സ്ത്രീകൾക്ക് നൽകിയ തശ്ബീഹുണ്ട്. ആ തശ്ബീഹിന്റെ സൗന്ദര്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. അത്രയും സുന്ദരമായ ഒരു ആവിഷ്കാരമാണ് ഹർസ് എന്നുള്ളത്. ഈ ശുദ്ധത എവിടെ കിടക്കണം? മിമ്മാ തറാഹുൽ ബാദിൻ ബി തഫ്സീരിഹ വ തഫ്സീർ മിസാലിഹ മിനൽ ആയാത്തുൽ മുഅ്ജിസ ബിനസാഹതിഹ കഇജാസിഹ ബിബലാഗതിഹ. ഇത്തരം ആയത്തുകൾ, ഈ ശുദ്ധതയുടെ വാക്കുകൾ തഫ്സീർ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കൊണ്ടുവരുന്നുള്ള പ്രയോഗങ്ങളുണ്ട്. ആ ശുദ്ധത എവിടെ പോകും? അപ്പൊ അതിന്റെ ഇജാസ് ഉണ്ട്, ഖുർആന്റെ ബലാഗത്ത് കൊണ്ടുള്ള അമാനുഷികത ഉണ്ട്. അതൊക്കെ അറിയിക്കുന്ന ആയത്തുകളാണ്. വേറെ ചില കിതാബുകളിലും കാണാം വളരെ വൾഗറായിട്ടുള്ള ഭാഷകളൊക്കെ, വളരെ ഹജീനത്തായിട്ടുള്ള, വളരെ ഖബീഹത്തായിട്ടുള്ള വാക്കുകൾ. ഉദ്ദേശം പറയാൻ അത്തരം വാക്കുകൾ പറയേണ്ടതില്ല. അങ്ങനത്തെ വാക്കില്ലാതെ തന്നെ മാന്യമായിട്ട് പറയാൻ കഴിയും. പക്ഷെ ആ വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ വൾഗറായ വാക്കുകൾ രംഗത്ത് എഴുതിയ ചില കിതാബുകളുണ്ട്. ആ കിതാബുകളൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഖുർആന്റെ ആ ശുദ്ധ പ്രയോഗം, ആ വെടിപ്പും വൃത്തിയുള്ള പ്രയോഗം പ്രത്യേകിച്ചും കണ്ടു ഉറങ്ങാൻ മനസ്സിലാക്കുകയും ചെയ്യണം. ഇത്രയാണ് ഈ ആയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം. ഒരു ഹുക്മന്റാണ് പറയാൻ പോകുന്നത്. 224. أعوذ بالله من الشيطان الرجيم. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. അപ്പോൾ ആദ്യം പറഞ്ഞു വലാ തജ്അലുല്ലാഹ ഉർളത്തൻ ലിഅയ്മാനിക്കും. നിങ്ങളുടെ യമീനുകൾക്കുള്ള ഒരു ഉർളത്തായിട്ട് അള്ളാഹുവിനെ മാറ്റരുത്. യമീൻ എന്നുള്ള സത്യം ചെയ്ത് പറയാം, സത്യം പറയാനുള്ള പിന്നെ ഉദ്യമമാണ് യമീനിലൂടെ പറയുന്നത്. അതിനൊരു ഉർളത്തായിട്ട് അള്ളാഹിനെ മാറ്റരുത്. ഉർളത്തുള്ള വാക്കിന്റെ അർത്ഥം ഇവിടെ പറയുന്നുണ്ട്. രണ്ടർത്ഥമാണ് പറയാനുള്ളത്. അത് രണ്ടും കൂടെ വിശദീകരിക്കുന്നുണ്ട് പിന്നാലെ. അങ്ങനെ അള്ളാഹിനെ ഉർളത്താക്കരുത്. അൻ തബറു, നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന്, തഖ്വ തസ്ലിഹു ബൈനന്നാസ്, തഖ്വ പുലർത്തുന്നതിന് ജനങ്ങളുടെ അല്ലാഹു സമീഉൻ അലീം. അള്ളാഹു സർവ്വം കേൾക്കുന്ന സർവജ്ഞാനിയായിട്ടുള്ള ആളാണ്. അടുത്ത വിഷയം ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും. നിങ്ങളുടെ യമീനുകളിൽ വരുന്ന സ്വാഭാവികമായ പിഴവുകളുണ്ട്. ആ പിഴവുകളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടി ശിക്ഷിക്കില്ല. എന്നാൽ വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും, നിങ്ങളുടെ മനസ്സ് മെനക്കെട്ട് പണിയെടുത്ത് സമ്പാദിച്ചതാണോ അതിന് അള്ളാഹു ശിക്ഷിക്കും. അപ്പൊ മനസ്സാന്നിധ്യത്തോടെ ഓർമ്മയോടെ ഒരു ലഗ്വ് പറഞ്ഞ് സത്യം പോലെ ചെയ്ത് അങ്ങനെയൊക്കെ പോയാൽ ശിക്ഷ ഉണ്ടാവും. അബദ്ധത്തിൽ ഒരു വാക്ക് വന്ന് വീഴുമ്പോൾ അള്ളാഹു ശിക്ഷിക്കുക.
അള്ളാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം ഹിൽമ് കാണിക്കുന്നവനാണ്. പിന്നത്തെ വിഷയം ഈല ആണ്. അതോടെ പറയാൻ പോകുന്നുണ്ട് ഈല എന്താണ്. തങ്ങളുടെ സ്ത്രീകളോട് ഈല പ്രഖ്യാപിക്കുന്ന ആൾക്കാർ തറബുസു അർബാത്തി അഷ്ഹുർ, കാത്തിരിക്കേണ്ടതുണ്ട്. ആ 4 മാസത്തിനിടക്ക് അവര് തിരിച്ചു വരികയാണ് ബന്ധത്തിലേക്കെങ്കിൽ അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യമുള്ളവനുമാണ്. ഇനി വൈനസമു തലാഖ്, ആ കാലാവധി കഴിയുമ്പോൾ തലാഖാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അള്ളാഹു സമീഉൻ അലീം, അള്ളാഹു സർവ്വം കേൾക്കുന്നവനും സർവജ്ഞാനിയുമാണ്. അപ്പോ ഇവിടെ 3-4 വിഷയങ്ങൾ 4 ആയത്തുകളിലൂടെ അങ്ങനെ വരികയാണ്. നോക്കാം. ഹാദിൽ ആയാത്തു ഫി അഹ്കാമിൽ ഐമാൻ, ഐമാനിന്റെ സത്യം ചെയ്യലിന്റെ ഹുക്കുമുകൾ പറയുകയാണ് ഈ ആയത്തുകൾ. അതിന്റെ ഹുക്കുമുകൾ വഹിയ ആമ്മത്തുൻ വഖാസ്, അതില് പൊതുവായിട്ടുള്ളതുണ്ട് ഖാസായിട്ടുള്ളതുണ്ട്. വസാനിഹു ഹൽഫുർ റജുൽ അല്ലാ യഖ്റുബ ഇംറഅതഹു. ഹൽഫുർ റജുൽ, അവിടെ പ്രിന്റ് ചെയ്തിട്ട് റജുൽ എന്നുള്ള ലാമ് വന്നിട്ടില്ല തോന്നുന്നുണ്ട്, റജ് എന്നേ കാണുള്ളൂ, ലാം കൂടി ചേർക്കണം. ഹൽഫുർ റജുൽ, ഒരു പുരുഷൻ ചെയ്യുന്ന സത്യം എന്താ, അല്ലാ യഖ്റുബ ഇംറഅതഹു, തന്റെ സ്ത്രീയുമായി താൻ ശാരീരിക ബന്ധത്തിൽ പോകൂല, അടുക്കൂല എന്നൊരു സത്യം ചെയ്യലാണ് ഈല എന്നുള്ളത്. വഹസ്ബ് ഇസ്മിൽ ഈല, ഈല എന്നുള്ള പേര് പ്രത്യേകം പറഞ്ഞത് അത് ഷറായിന്റെ ഒരു ഉർഫിൽ പ്രയോഗത്തിൽ വരുന്നതാണ്. അത് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അപ്പോ ഈ ആയത്തുകളും അതിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഈ ഒരു പരിഗണനയോട് അനുയോജ്യമായതാണെന്നുള്ളത് ഇതിന്റെ വിശദീകരണത്തിന് മനസ്സിലാവും. ഇനി വല തജ്അലുല്ലാഹ ഉർദത്തലി ഐമാനിക്കും, അതിന് ലമ്മാണ്, ഗുർഫ എന്ന് പറയുന്ന മാതിരി ആദ്യത്തെ അക്ഷരം മലമൂ, രണ്ടാമത്തെ അക്ഷരം സുക്കൂൻ. ഇസ്ലാം, പല അർത്ഥങ്ങളുള്ള വാക്കാണ് ഉറുള്ള. അതിൽ ഏറ്റവും പ്രകടമായ അർത്ഥം 2 ഒന്ന് അൻ തക്കൂനാമി മാനൽ മാനി അൽ മുഅ്തരി ദൂന ശൈ, ഒരു സംഗതിക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഒന്ന്, തടസ്സം. അപ്പൊ അള്ളാഹുവിനെ ഒരു തടസ്സമായി നിങ്ങൾ നിശ്ചയിക്കരുത് എന്നാണ്. ലാ തജ്അലുല്ലാഹ തആല മാനിഅൻ ബൈനക്കും വബൈന അമലിൽ ഖൈർ, നിങ്ങൾ ഖൈർ ചെയ്യുന്നതിന് ഒരു തടസ്സമായി അള്ളാഹുവിനെ കാണരുത്. ഞാൻ താരിഫു ബിഹി അലാ തർക്കിഹി, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഖൈറായ കാര്യം ചെയ്യൂല എന്ന് അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യുക. ഖൈർ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അത് ചെയ്യൂല, അള്ളാഹു സത്യം എന്ന് പറഞ്ഞു. അപ്പോ നല്ല കാര്യം ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ പേര് ഒരു തടസ്സമാക്കി വെക്കരുത് എന്നാണ്. ഇപ്പൊ തത്ർക്കൂഹു തഅദീമൻ ലിസ്മിഹി, എന്നിട്ട് അള്ളാഹുവിന്റെ പേരല്ലേ പറഞ്ഞത്, അതിനെ ബഹുമാനിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ബഹുമാനിക്കാൻ വേണ്ടി നല്ല ഹൈറായ പ്രവർത്തികൾ ഒഴിവാക്കുക, ആ പണി ചെയ്തുകൂടാ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ധാതമാന, ഈ അർത്ഥമാണ് പറയേണ്ടത് എന്നുള്ളതിന് പിൻബലമേകുന്ന കാര്യം മാ റോഹബിന് ജരീർ ഫീസ് തബിൽ നുസൂലില്ലായ, ഈ ആയത്തിന്റെ അവതരണ ഹേതു പറയുന്നിടത്ത് ഇബ്നു ജരീർ തബരി ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആയിഷ റളിയല്ലാഹുഅൻഹയെ കുറിച്ച് ഇഫ്ക് പറഞ്ഞ് പ്രചരിപ്പിച്ച കൂട്ടത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രത്യേകിച്ച് ചെലവ് കൊടുത്തിരുന്ന മിസ്തഹ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മിസ്തഹ് ഈ ഖിസത്തുൽ ഇഫ്കില് പിന്നെ ഭാഗവാക്കായപ്പോ ഇനിമേൽ അദ്ദേഹത്തിനൊന്നും ചെലവഴിക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ ചെയ്തപ്പോൾ അള്ളാഹു സൂറത്തുൻ നൂറിൽ ആയത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഫദ്ലും സഅത്തുള്ള സാമ്പത്തികമായ വിശാലതയും അനുഗ്രഹമൊക്കെ കിട്ടിയ ആൾക്കാർ വലാ യഅ്തലി സത്യം ചെയ്യാൻ പാടില്ല, അൻ യുഅ്തു കൊടുക്കാതിരിക്കാൻ, അല്ലാ യുഅ്തു എന്ന അർത്ഥമാണ് അൻ യുഅ്തു എന്നുള്ളതിന്, കൊടുക്കാതിരിക്കാനുള്ള സത്യം ചെയ്യാൻ പാടില്ല. അവർക്ക് ഉലിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. പിന്നെ ആയത്തിന്റെ ബാക്കിയുണ്ട് 22ാമത്തെ ആയത്ത് സൂറത്തുൽ നൂർ. ഇഫ്തല എന്നുള്ള ഇഫ്താല വചനം യുലൂന എന്നുള്ള യുഫ്ഇലൂന എന്നുള്ള വചനം ഒരേ ക്രിയാധാതിയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പൊ സത്യം ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. പിന്നെ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു ഒരു തെറ്റായ കാര്യത്തിനാണ്, അല്ലെങ്കിൽ നല്ലത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, അത് നല്ല ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹിന്റെ പേര് ഉപയോഗപ്പെടുത്തരുത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനെ തന്നെ അള്ളാഹു തിരുത്താണ് ഈ ആയത്തിലൂടെ ചെയ്തത്. അതാണ് ഉർളത്താക്കരുത് എന്ന് പറഞ്ഞത്. ഹദീസ് സ്വഹീഹൈൻ,
ഈ അർത്ഥത്തെ പിൻബലം നൽകുന്ന വേറെയും ഹദീസുകളുണ്ട് സഹിഹൈനിൽ, ബുഖാരി മുസ്ലിമിൽ, അല്ലാത്തതിലുണ്ട്. മിൻഹ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ അലാ യമീൻ റഅ ഗൈറഹ ഖൈറൻ മിൻഹാ ഫൽയഅതി അല്ലദീ ഹുവ ഖൈർ വൽയുകഫിർ അൻ യമീനി. അവിടെ റസൂൽ പറയുന്നത്, ഒരാള് ഒരു യമീൻ ചെയ്തു, ഒരു സത്യം ചെയ്തു പറഞ്ഞു, ഫറഅ ഗൈറഹ ഖൈറൻ മിൻഹാ, അപ്പൊ ചെയ്ത സത്യത്തിന്റെ അപ്പുറത്തുള്ള കാര്യമാണ് അതിനേക്കാളും ഖൈർ എന്ന് കണ്ടു. സത്യം ചെയ്താൽ ലംഘിച്ചാലേ ഉള്ളൂ ഖൈർ ചെയ്യാൻ പറ്റുക എന്ന് കണ്ടാൽ ഫൽയഅതി അല്ലദീ ഹുവ ഖൈർ, ആ ഖൈറായ കാര്യം എന്താണോ അതവൻ ചെയ്യണം. വൽയുകഫിർ അൻ യമീനി, അപ്പൊ ഇടക്ക് സത്യം ചെയ്തല്ലോ, ആ സത്യം ലംഘിക്കേണ്ടി വന്നല്ലോ, ആ ലംഘിക്കേണ്ടി വന്നതിന് കഫാറത്തും കൊടുക്കണം. അപ്പൊ നന്മ എന്തായാലും ഒഴിവാക്കരുത്, അതിനു വേണ്ടി ചെയ്ത് സത്യം ലംഘിക്കേണ്ടി വന്നാൽ ലംഘിക്കണം, ആ ലംഘിച്ചതിന് കഫാറത്തും കൊടുക്കണം എന്നാണ് റസൂല് നിർദ്ദേശം. അതേപോലെ ഖൗലു അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുടെ മറ്റൊരു വാക്കും ഇതിന് തെളിവാണ്. വല്ലാഹി ഇൻഷാ അല്ലാഹ് ലാ അഹ്ലിഫ ലാ യമീൻ ഫഅറ ഗൈറഹ ഖൈറൻ മിൻഹാ ഇല്ലാ അതൈതു അല്ലദീ ഹുവ ഖൈറുൻ വകഫർതു അൻ യമീനി. നബി സ്വന്തം കാര്യം പറയും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനൊരു യമീൻ, ഒരു സത്യം ചെയ്തിട്ട് അതിനേക്കാളും ഹൈറായത് അതല്ലാത്തതാണ് എന്ന് കണ്ടാൽ ആ ഹൈറ് ഞാൻ ചെയ്യാതിരിക്കില്ല, അതോടൊപ്പം ഞാൻ ചെയ്ത സത്യത്തിന്റെ ലംഘനത്തിന് കഫാറത്തും കൊടുക്കാതിരിക്കില്ല. അപ്പൊ ഹൈർ തന്നെയാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത്. അതിനുവേണ്ടി യമീനിന് കഫാറത്ത് കൊടുക്കേണ്ടി വന്നാൽ കഫാറത്ത് കൊടുക്കണം, എന്നിട്ട് ഹൈർ ചെയ്യണം എന്ന്. അപ്പൊ ഈ ഹദീസ് ആയിഷ ഇബ്നു മാജ വഇബ്നു ജരീർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ അലാ യമീൻ ഖതിയത റഹ്മിൻ ഔ മഅസിയ ഫബിറുഹു അൻ യഹ്നസ ഫീഹാ വയർജി അൻ യമീനിഹി. റസൂൽ പറയാണ്, ഒരാൾ യമീൻ ചെയ്യുക, ഒരു സത്യം ചെയ്യുകയാണ്, ആ സത്യം ചെയ്തത് പാടില്ലാത്ത കാര്യം, ഒന്ന് ഖതിയത്തുർ റഹ്മാൻ, ഒരു കുടുംബബന്ധം വിച്ഛേദിക്കുന്ന കാര്യം, സത്യത്തിൽ പാടില്ലാത്ത കാര്യമാണ് കുടുംബബന്ധം വിച്ഛേദിക്കൽ. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഒരു മാസിയ, അള്ളാഹു തെറ്റായി പറഞ്ഞൊരു കാര്യം, അത് ചെയ്യാൻ ഒരാൾ സത്യം ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്താൽ ഫബിറുഹു, അവിടുത്തെ പുണ്യം പിന്നെന്താണ്, അൻ യഹ്നസ ഫീഹാ, ആ യമീനിൽ അവൻ ഹിനിച്ച്, അത് ലംഘിക്കണം, അവർ ലംഘിക്കണം. വയർജി അൻ യമീനി, ആ യമീനിൽ നിന്ന് അവർ മടങ്ങുകയും വേണം. അപ്പൊ തെറ്റായ ഒരു കാര്യത്തിന് അള്ളാഹിന്റെ പേര് സത്യം ചെയ്താൽ അള്ളാഹിന്റെ പേരിലാണല്ലോ സത്യം ചെയ്തവരോട് അതിൽ ഉറച്ചിക്കല വേണ്ടത്, അതിന് മടങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹാദൽ മാന ഹദീസ് ഉഖ്റ, ഈ അർത്ഥത്തിൽ വേറെയും ഹദീസുകളുണ്ട്. കാര്യം വെച്ചാൽ മനുഷ്യന്റെ നാവിലേക്ക് ഈ സത്യം ചെയ്യാനുള്ളത് വല്ലാതെ വേഗത്തിൽ വരുന്ന സംഗതിയാണ്. അനുഹുലാഫുൽ കഥ, ഇന്ന ചെയ്യൂല എന്നൊക്കെ വൈകാരികമായിട്ട് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. വഖദ് യകൂനു ഖൈറൻ, ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യം ഒരു പക്ഷെ ഖൈറായിരിക്കും. വലഫലന്റെ കഥ, ഇന്ന ചെയ്യുന്ന ഉറപ്പിച്ചാൽ സത്യം ചെയ്യും. വഖദ് യകൂനു ശർറൻ, ആ പറഞ്ഞ കാര്യം ഷർറുമായിരിക്കും. അല്ലാഹു തആല ലാ യർളാ ബിഅൻ യകൂന ഇസ്മുഹു ഹിജാബൻ ദൂനൽ ഖൈർ ഔ മഹ്ലദി ശർ. ഒരു ഷർറ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഖൈറ് തടയാനുള്ള ഒരു ഹിജാബായിട്ട് തന്റെ പേര് വരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഫനഹാൻ ദാലിക് വഅമറ നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവുജൂബി തഹരീൽ ഖൈർ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അള്ളാഹു വിലക്കുന്നു. തന്റെ അഹ്സൻ ആയത് തന്നെ അന്വേഷിക്കണം, അതിന്റെ പിന്നാലെ കൂടണം എന്ന് പറയാണ്. വഇൻ ഹലഫ അലാ ഗൈരിഹി, ഇനി നല്ലതിനെതിരിൽ ഒരാൾ സത്യം ചെയ്താൽ ഫൽയുകഫിർ അൻ യമീനി, ആ സത്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് കഫാറത്ത് കൊടുക്കണം. ബിമാഹു മൻസൂസുൻ ബി സൂറത്തുൽ മാഇദ, അത് സൂറത്തുൽ മാഇദയിൽ നസ്സായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഉറുള്ള എന്ന് പറഞ്ഞ തടസ്സമായി അള്ളാഹുവിനെ കാണരുത് എന്നർത്ഥം. ഇനി ഒരർത്ഥം ഉറുള്ളക്കുള്ളത് മാ യാദുൽ ഷൈ ഐ മാ യുൻസബ് ലിയാദുൽ ഷൈ കൽ ഹദ്ഫ് അസ്സിഹാം, ഒരു നാട്ടക്കുറി എന്നൊക്കെ പറയുമല്ലോ, ഒരു ലക്ഷ്യം, നിങ്ങളുടെ സത്യത്തിനുള്ള ഒരു നാട്ടക്കുറിയായി അള്ളാഹുവിനെ വെക്കരുത്. ഫുലാൻ ഉർളത്തുൽ ലിന്നാസ്, ഫുലാൻ ഉർളത്തുൽ ലിന്നാസ് ഇദാ കാനൂ യഖഊന ഫീഹി വയഅർബൂന ലഹു ബിൽ മക്റൂഹ്. ഒരു മനുഷ്യന്റെ നേരെ എല്ലാവരും കൂടി തിരിയുക, അവനെ കുറ്റപ്പെടുത്തുക, അവനെ ആക്ഷേപിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ ആളുകൾക്കൊരു ഉറുള്ളയാണ് അവൻ എന്ന് പ്രയോഗമുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ എല്ലാവർക്കും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഉറുള്ള. അപ്പൊ ആ അർത്ഥത്തിൽ മായാറുന്ന വിഷയം എന്നുള്ള അർത്ഥത്തിലും ഉറുള്ള എന്നുള്ള വാക്കുണ്ട്. കാലശായർ വൈൻ തത്രുക്കു റഹത്തൽ ഫിർദൗസി റഹത്തൽ ഫിർദൗസി അല്ല ഫിദൗകസി ഉസ്ബത്തുൻ യഥാമ അയാമ ഉർവത്തുൻ ലിസ്തബായി. ഫിദൗകസ് എന്നുള്ള ഏതൊരു റഹത്തിന്റെ പേരാണ്, ഒരു സംഘം. അവരെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഉസ്ബ, ഒരു സംഘം ആൾക്കാർ, യഥാമ അയാമ
ഉറത്തുൽ ഖബായിൽ, യതീമുകളും അതേപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ടുള്ള സ്ത്രീകളും ഉറുത്തുൽ ഖബായിൽ എല്ലാ കബീലകൾക്കും ഉറുവയായിട്ട് മാറും. എല്ലാ കബീലകൾക്കും തട്ടിക്കളിക്കാനുള്ള ഒരു ഉറുവയായിട്ട് മാറും ഈ റഹത്തനങ്ങൾ ഉപേക്ഷിച്ചാൽ. അപ്പൊ അതിനൊക്കെ തടയാനും പ്രതിരോധിക്കാനുള്ള സംഘമാണ് അവര് എന്നാണ്. ജാൽത്തു ഉറുത്തല്ലി കഥ എന്ന് പറഞ്ഞാൽ നസബ്തുഹു ലഹു, ഒരു സംഗതിക്ക് ഉറുവയായിട്ട് ഒരു വസ്തുവിനെ വെച്ചു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നാട്ടി വെച്ചു, പ്രതിഷ്ഠിച്ചു. ഫക്കാന മാറൂളൻ ലഹു യഖ്തുർ ഉറൂദുഹു അലൈഹി, അപ്പൊ അതൊരു നാട്ടി വെച്ച സാധനമായിട്ട് മാറും. അതിനടുത്തേക്ക് ഒരുപാട് ആൾക്കാർ എപ്പോഴും വരും. അതൊക്കെയാണ് ഉറുള്ള, പ്രതിഷ്ഠ, നാട്ടക്കുറി എന്നൊക്കെ പറയുന്നു. ഫഖൽ ഷായർ തലഖ്തുഹുന്ന വമ തലാഖു ബി സബ്ബത്തിൻ ഇന്ന നിസാ ഉർവതി തത്ലീഖു ബി തലഖ്തുഹുന്ന വമ തലാഖു ബി സബ്ബത്തിൻ, ഞാൻ അവരെ തലാഖ് ചെയ്തു. തലാഖ് എന്നുള്ളത് ഒരു സബ്ബത്തല്ല, ഒരു ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമല്ല. കാരണം ഇന്ന നിസാ ഉർവത്തു തത്ലീഖ്, തലാഖ് ഉള്ള ഉർവ തന്നെയാണ് സ്ത്രീകൾ എപ്പോഴും. വിവാഹം കഴിക്കാവുന്ന പോലെ തലാഖ് ആവാം എന്ന രീതിയിലാണ് കവിയുടെ വ്യാഖ്യാനം. അപ്പൊ ഉറുള്ളയാക്കരുത് അള്ളാഹുവിനെ. ഈ രണ്ടാമത്തെ പറയുമ്പോൾ അള്ളാഹുവിന്റെ പേരിലുള്ള സത്യം ചെയ്യലുകൾ കൂട്ടരുത്. ങ്ങൾക്കുള്ള ഒരു നാട്ടക്കുറിയായിട്ട് അള്ളാഹുവിന് വെക്കുന്നവൻ അവനൊരു ഹല്ലാഫാണ്. ഹല്ലാഫിനെ വല്ലാതെ ഹൽഫ് ചെയ്യുന്ന ആൾ. അള്ളാഹു പറഞ്ഞു വലാ തദ്ദീഖുല്ല ഹല്ലാഫിൻ മഹീൻ, സൂറത്തുൽ ഖലം. നിന്ദ്യനായ, എപ്പോഴും ഏറെ സത്യം ചെയ്യുന്നവനായ ഒരാളെ അനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിശേഷണങ്ങളുടെ ആയത്ത് ഇവിടെ താഴെ പറയുന്നുണ്ട്. ഹലീഫുൽ മഹാന വ ഖരീനും, അപ്പൊ ഹൽഫ് ധാരാളമായി ചെയ്യുന്നയാള് അപമാനത്തിന്റെയും ഹലീഫായിരിക്കും, അപമാനത്തിന്റെ സഖ്യകക്ഷിയായിരിക്കും, അതിന്റെ ഖരീനായിരിക്കും. അവൻ മാനക്കേടും നിന്ദ്യതയാണ് ഉണ്ടാക്കുക എന്നാണ്. വഖദ് ദക്കറ തആല ഫീ ഹാദിൽ ആയാത്ത് സിഫാത്തുൻ ഉഖ്റാ ജമീമ, ഈ ആയത്തുകളിൽ ഇതിന് പിന്നാലെ വളരെ മോശമായ സിഫത്തുകൾ വേറെ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ആൾക്കാരൊക്കെ അല്ലാഹു തആല നഹി ചെയ്യുന്നുണ്ട്. തുടക്കം ഹല്ലാഫായ ഒരാളെയും നിങ്ങൾ അനുസരിക്കരുത് പറഞ്ഞുകൊണ്ടാണ്. തുടക്കത്തെ ആദ്യത്തെ വിശേഷണ ഹല്ലാഫാണ്. അപ്പോ വലാ തുത്ബിൽ ഹല്ലാഫിൻ മഹീൻ, പിന്നെ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈർ മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക ജനീം, ഏറ്റവും മോശമായിട്ടുള്ള സിഫത്തുകളാണ് ഓരോന്നും. അപ്പോ ആളെ കുറ്റി പറയുന്ന, നമീമത്തുമായിട്ട് നടക്കുന്ന, ഖൈറെല്ലാം തടയുന്ന, എല്ലാ നന്മകളുടെയും അതിർത്തി ഭേദിക്കുന്ന, അങ്ങേറ്റം പാപിയായിട്ടുള്ള, പിന്നെ വലിയ അനുസരണക്കേടിന്റെ ആളായിട്ടുള്ള, അതോടൊപ്പം ജനീമായിട്ടുള്ള, ജനീം എന്ന് പറയുമ്പോൾ ഒരു അറിയപ്പെടുന്ന പിതാവില്ലാതെ ജനിച്ചവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ ഒരാളെ അനുസരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. ഈ ദുഷ്ടന്മാരുടെ എല്ലാം പേര് പറയുമ്പോൾ ഏറ്റവും മുഖദ്ദിമയിൽ ഹല്ലാഫിനാണ് പറഞ്ഞത്. സത്യം ചെയ്യലേറെ ചെയ്യുന്ന ആളെയാണ് കൂട്ടത്തിൽ ആദ്യം എണ്ണിയത്. അപ്പൊ അതൊരു വളരെ മോശമായ കാര്യമാണ്. അക്സർ അൽ ഹലഫ്, സത്യം ചെയ്യൽ വല്ലാതെ കൂട്ടിയാൽ കല്ലത്ത് മഹാബത്തുഹു, അവന്റെ ബഹുമാന്യത പോകും. ആരും അവന് ബഹഭക്തി ബഹുമാനത്തോടെ കാണുന്നത് അതിലായിരിക്കും. അവന്റെ ലംഘനം, സത്യലംഘനം ഒരുപാട് കൂടും ചെയ്യും. കാരണം എല്ലാ സത്യം ചെയ്യുമ്പോൾ അതൊന്നും പാലിക്കാൻ കഴിയില്ല, അപ്പൊ ലംഘനം കൂടും. ഒത്തുഹിമബിൽ കദീബ്, അവൻ കാദിബായി ആക്ഷേപത്തിന് വിധേയനാവും, കാദിബാണെന്ന്. ഒലാക്കുൽ ഹല്ലാഫ് ഇല്ല കല്ലാതെ, എപ്പോഴും ഹൽഫ് ചെയ്യുന്ന ആള് പെരും കള്ളം പറയുന്ന ആളല്ലാതെ ഇരിക്കാൻ തരമില്ല. ബഹുവല ഇഹാനത്തിഹി ബിസ്മില്ലാഹി തആല, അള്ളാഹുവിന്റെ പേരിനെ അവൻ അപമാനിക്കുന്നു എന്നുള്ളതിന്റെ കൂടെ യഫൂത്തുഹുമാ യുരീദ് മിൻ ഖബൂലി ഖൗലിഹി വ തസ്ദീഖി, തന്റെ വാക്ക് എല്ലാവരും സ്വീകരിച്ചോളും, സത്യം ചെയ്താൽ തന്നെ അംഗീകരിച്ചോളും എന്നാണ് അവന്റെ വിചാരം. അത് അവന് കിട്ടാതെ പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ പേര് മാനക്കേടിന് വിധേയാക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസ്യത അവൻ സ്വയം തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആയത്തുൽ കരീമത്ത് തുർഷിദുന ഇലാ തർക്കിൽ ഹൽഫ് ബില്ലാഹി തആല, ഈ ആയത്ത് അള്ളാഹുവിന്റെ പേരുള്ള സത്യം ചെയ്യൽ ഒഴിവാക്കണം എന്നാണ് നമ്മെ ഗൈഡ് ചെയ്യുന്നത്. ഇല്ല ഇന്ദൽ ഹാജത്ത് ഇലാലിക്ക്, എപ്പോഴും ആവശ്യം ഉണ്ടാകുമ്പോൾ ഒഴിച്ച്, അല്ലാതെ മറ്റെല്ലായ്പ്പോഴും ഒഴിവാക്കണം. വഹാദുൽ വജ്ഹു അൽഹർ മിനൽ സബഖഹു, തടസ്സമാക്കരുത് അള്ളാഹുവിനെ എന്ന് പറഞ്ഞ അർത്ഥത്തിനേക്കാളും ബോധ്യം വരുന്ന, പ്രകടമായി ബോധ്യം വരുന്ന അർത്ഥം ഈ പറഞ്ഞതാണ്. വൽഹുറുത്ത് ബിഹാദൽ മന അക്തർ ഇസ്തിമാൽ, ഹിജാബ് എന്ന അർത്ഥത്തിലുള്ളതിനേക്കാൾ ഏറെ
കൂടുതൽ ഉപയോഗം എന്നുള്ള ഈ അർത്ഥത്തിലാണ് വരുന്നത്. പറയുന്ന സത്യങ്ങൾ ലംഘിക്കാതെ സൂക്ഷിക്കണമെന്നും എന്ന പ്രതിജ്ഞയിൽ കുറക്കണമെന്നും ഉള്ളത് ഒരു പ്രശംസനീയമായ കാര്യമായിട്ടാണ്, മദ്ഹ് ചെയ്യേണ്ട കാര്യമായിട്ടാണ് അറബികൾ കണ്ടിരുന്നത്. കവി പറയുന്നത് ഖലീലുൽ അലായ ഹാഫിദുൽ ലിയമീനിഹി ഖലീലുൽ അലായ, അവൻ അലിയത്ത് കുറക്കുന്ന ആൾ. അലിയത്ത് പറഞ്ഞാല് സത്യം ചെയ്യല്, അതിന് ജമ്മാണ് അലായ. അത് കുറക്കുന്ന ആളാണ്. എന്നാൽ ഹാഫിദുൽ യമീനിഹി ചെയ്ത സത്യത്തെ ശരിക്കും പാലിക്കുന്ന ആളാണ്. സബഖത്ത് മിൻഹുൽ അലിയത്തു, ഒരു സത്യം അവരിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ബറത്ത്, ആ സത്യം മബ്റൂറാണ്, പക്ഷെ അത് ശരിക്കും പാലിക്കും എന്നാണ്. ഇവിടെ അലായ എന്ന് പറഞ്ഞ വാക്ക് അലിയത്തിന്റെ എമ്മാണ്. ഖലിയത്തിന്റെ എമ്മ ഖലായ എന്ന് പറയുന്ന പോലെ യമീൻ എന്ന അർത്ഥമാണ്. അതിനൊക്കെ തജിദു കസീറമിൻ അഹ്ലിദ്ദീൻ ലാ യഹ്ഫദു മിൻ ഈമാനിഹി. അപ്പൊ ദീനിന്റെ ആൾക്കാരിന്റെ പലരും അവരുടെ സത്യത്തെ തീരെ ശ്രദ്ധിക്കാറില്ല. മാ കാന യഹ്ഫദു അഹ്ലു ശിർക്കിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്ത് മുശ്രിക്കീങ്ങൾ ശ്രദ്ധിച്ചിരുന്ന അത്ര പോലും ദീനിന്റെ പേരിൽ ഈ സത്യം അസ്ഥാനത്തും സ്ഥാനത്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. ഫൈനഹും മിൻ ഖൗലിൽ ഇമാം അഷ്ശാഫി, ഇമാം ഷാഫി പറഞ്ഞതിന്റെ മുമ്പിൽ ഇവർ എവിടെ കിടക്കും? ഇമാം ഷാഫി പറഞ്ഞത് മാ ഹലഫ്തു ബില്ലാഹി സാദിഖൻ വലാ കാദിബൻ, ഞാൻ സിദ്ഖ് പറയാൻ വേണ്ടിയും കെൽബ് പറയാൻ വേണ്ടിയും അള്ളാന്റെ പേരിൽ സത്യം ചെയ്തിട്ടേ ഇല്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു മാതൃക അതിന്റെ മുമ്പിൽ ഇവർ എവിടെ പോയി? മിൻ മദാമി കസറത്തിൽ ഹലഫ്, ഷെയ്ഖ് മുഹമ്മദ് പറയാണ്, ഹലഫ് കൂട്ടിയാൽ, സത്യം ചെയ്യൽ കൂട്ടിയാൽ ഉണ്ടാകുന്ന ആക്ഷേപകരമായ കാര്യത്തിൽപ്പെട്ടതാണ് യുഖല്ലിൽ സിഖത്തൽ ഇൻസാൻ ബിനഫ്സി, ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ അത് കുറക്കും. സിഖത്തൻ നാസിബി, ജനങ്ങൾക്കുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള വിശ്വാസത്തെയും അത് കുറക്കും. അപ്പോൾ സെൽഫ് കോൺഫിഡൻസും പോകും, മറ്റുള്ളവരുടെ കോൺഫിഡൻസും പോകും. ഹലീഫ്, അവന് തോന്നൽ ഉണ്ടാക്കുകയാണ്, ഈ സത്യം ചെയ്തൊരു തോന്നൽ ഉണ്ടാക്കുകയാണ്. തന്നെ ആരും അംഗീകരിക്കൂല, താൻ പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ ഹലീഫ് വിശ്വസിക്കാൻ വേണ്ടി സത്യം ചെയ്യുകയാണ്. മഹീൻ, ഇങ്ങനെ തോന്നുന്ന ഒരാള് നിന്ദ്യനാണെന്ന് അള്ളാഹുവിൽ വിശേഷിപ്പിച്ചത്. അത്തരം ആള് തന്റെ നഫ്സിനെ ഖത്തയിലേക്ക് പലപ്പോഴും കൊണ്ടുപോകും, ഖത്തയിന്റെ മുമ്പിൽ എത്തിക്കും. ഇത് ഹലഫാൽ മുസ്തഖബിൽ, അതും ഭാവി കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ. അതിന് പുറമെ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം ഭയക്കുന്നവനും അള്ളാഹുവിനെ കുറച്ച് മാത്രം ആദരിക്കുന്നവനായിരിക്കും ഈ സ്വഭാവക്കാർ. ലായഹുമുഹു ഇല്ലാ നുർദിയന്ന, ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള മാത്രമേ അവൻ അജണ്ടയുള്ളൂ. വേക്കൻ മൗസൂഖം ബിഹിന്ദും, അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ താൻ വിശ്വസ്തനാവണം. അതിനുവേണ്ടി സ്ഥാനത്തൊക്കെ അള്ളാഹിന്റെ പേരിൽ വല്ലാഹി 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 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ താരിഖ് ബിസ്മില്ലാഹി തആല ലിൽ ഹൽഫ് ബിദൂനി ദറൂറ, അപ്പൊ ഒരു അത്യാവശ്യമില്ലാതെ ഹൽഫ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ പേര് ഉർളത്താക്കുക എന്ന് പറയുന്നത്, പല ഒരു ഹാജത്തില്ലാതെ അള്ളാഹുവിന്റെ പേര് ഉർളത്താക്കുക എന്നുള്ളത് യൻശഉ, അത് വളരുന്നത്, ഉണ്ടാകുന്നത് അൻഫഖദി ഹൈബത്തില്ലാഹി തആല വ ഇജാലിഹി മിൻ നഫ്സ്, മനുഷ്യ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയും ബഹുമാനവും നഷ്ടപ്പെടുമ്പോഴാണ്. അതുണ്ടെങ്കിൽ ഒരു കഴുതമാഷക്ക് അള്ളാഹുവിനെ ഒരിക്കലും ഉപയോഗിക്കൂല. ഫൈനന്നാസ് യതമല്ലൂന കസറത്തൽ ഹദ മിൻ ഉമ്മഹാത്തി വമിൻ ബിൽദാൻ യതറബ്ബൻ. ഈ ഹലഫ് ഇങ്ങനെ കൂട്ടിയാണ് ആൾക്കാർക്ക് ഇവിടെ മീമാണ്, അതുകൊണ്ടാണ് കൃത്യമാണ്. മീമാണുള്ളത്. ഈ കസറത്തുൽ ഹൽഫ് ആൾക്കാർ പഠിക്കുന്നത് ഉമ്മഹാത്തി, ഉമ്മാരിൽ നിന്നാണ്. അതേപോലെ ഇത്തരം ഉമ്മാരുടെ കൂടെ വളരുന്ന കൊച്ചുകുട്ടികളുണ്ടാവും, അവർ ഒരുപാട് ചെയ്യും, അവരിൽ നിന്നാണ് ആൾക്കാർ ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തെ വന്ദിക്കുക, മാനിക്കുക എന്നുള്ളത് ഒഴിവാക്കുന്ന പതിവാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ നാമം ഒരു കളിയമാശക്കുള്ള ഉപകരണമായി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഈ അർത്ഥം സ്ഥാപിച്ചു പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു,
ദീനിന്റെ ഒഴിവ് പഠിക്കാൻ മെനക്കെടുന്ന ആൾക്കാരെടുത്തും ഈ ഏർപ്പാട് വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. കാരണം ദീനിന്റെ പഠനം എന്നുള്ള ഇന്നൊരു ലഫ്ലിയായ ഒരു ഏർപ്പാട് മാത്രമായി, ഒരു വ്യവസായം മാത്രമായി മാറും. കൽബിൽ ഒരു തശീറിനില്ല, അമലിലും യാതൊരു ഹദ്ദസനി ഭാഗവും ഹദീസ് നബ്ബാമറാത്ത്. എന്നോട് ഒരു ദീനി പണ്ഡിതൻ ഒരു ഹദീസ് 4 വട്ടം പറഞ്ഞു. ഫികുല്ലി മറാഖാനെ ഹരിഫലേ, ഈ 4 പ്രാവശ്യം വല്ലാഹി വല്ലാഹി ഉണ്ടെന്ന് മൂപ്പര് പറയുന്നു. ഫീഹി ബിമാ ഫീഹി വൻകുസും, അതിലില്ലാത്ത കൂട്ടുന്നുണ്ടുള്ളത് കുറക്കുന്നുണ്ട് എന്ന് അള്ളാന്റെ പേരിൽ ആവർത്തിച്ച് സത്യം പറയുന്നുണ്ട്, സത്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ദീനി പഠനത്തിന്റെ രംഗത്തുള്ളവരുടെ കൂടി അവസ്ഥ. പിന്നെ നിങ്ങൾ ബിർറ് കാണിക്കുന്നതിനും അള്ളാഹുവെ സൂക്ഷിക്കുന്നതിനും ജനങ്ങൾക്കിടെ ഇസ്ലാം ഉണ്ടാക്കുന്നതിനും തടസ്സമാകത്തക്ക വിധം അള്ളാഹിന്റെ പേര് ഉറളത്താക്കരുത് എന്നാണ്. അൻ തവറു അല്ലാ തവറു എന്നാണ് അർത്ഥത്തിൽ വരിക. ലാ അവിടെ മഹദൂഫായിട്ട് അർത്ഥം ഉണ്ടാവും. അലൽ വരിഹിൽ അവൽ ബയാനുൽ ഈമാൻ മഹദൂഫ് ഐമാൻ, ഐമാനിന്റെ സത്യം ചെയ്ത് വന്ന കാര്യത്തിന്റെ മാനയാണ് അള്ളാഹുവിന്റെ പേര് നല്ലത് ലംഘിക്കാനുള്ള ഒരു തടസ്സമായി നിങ്ങൾ ഉപയോഗിക്കരുത്. അള്ളാഹു പറയുന്ന പുണ്യം, അള്ളാഹുവിനോടുള്ള തഖ്വ, ജനങ്ങൾക്കിടയിലുള്ള ഇസ്ലാഹ് പോലുള്ള നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ പേര് തടസ്സമായി വരരുത് നിങ്ങളുടെ വാക്കുകൊണ്ട്. ഇനി എങ്ങാണ്ടും നിങ്ങളുടെ വാക്കില് ഒരു ബിർറ് ഒഴിവാക്കും, തഖ്വ ഒഴിവാക്കും, ഇസ്ലാഹ് ഒഴിവാക്കും എന്ന് സത്യം അള്ളാന്റെ പേരിൽ വന്നു പോയാൽ യുകഫിറൻ യമീനി, ആ യമീൻ ലംഘിക്കണം, അതിന് കഫാറത്ത് കൊടുക്കണം. എന്നിട്ട് ബിറും തഖ്വ ഇസ്ലാഹും ആരെന്തോ അത് ചെയ്യണം. അത് ഉപേക്ഷിക്കാൻ ഒരാൾക്കും ഒട്ടും ന്യായമില്ല. നന്മ ചെയ്യാതിരിക്കാൻ തന്റെ പേര് തടസ്സമാകുന്നതിന് അള്ളാഹു ഒരിക്കലും അംഗീകരിക്കും, ഇഷ്ടപ്പെടില്ല എന്നാണ് ആദ്യത്തെ അർത്ഥപ്രകാരം. അമ്മാല ഒരു ഇൻസാനി രണ്ടാമത്തെ അർത്ഥത്തിലാണെങ്കിൽ ഒരു താലീലിന്റെ അയ്മാനി, നിങ്ങളുടെ യമീനുകൾക്കുള്ള ഒരു മോഹമായി, ഒരു നാട്ടി വെച്ച നട്ടക്കുറിയായിട്ട് അള്ളാഹുവിന് ഉപയോഗിക്കരുത്. പിന്നെ കശീറുള്ള ഹലുണ്ടായി, കാരണം സത്യം ചെയ്ത് ധാരാളമാക്കുന്ന ഒരാള് തഖ്വ ഇസ്ലാഹും ബിറുന്നുള്ള ആളാവില്ല. കാരണം ആള് നിന്യനായിരിക്കും എന്നുള്ള പറഞ്ഞു. വയറ മാലിമില്ലാഹിത്ത, അള്ളാഹുവിനെ ആദരിക്കാത്തവനായിരിക്കും. കള്ളം പറയാനും സത്യലംഘനത്തിനൊക്കെ ഒരു നിർബന്ധമായിരിക്കും അവൻ. വായന മൗസൂഖുൽ ഖൗലി, അവന്റെ വാക്കിൽ ആരും വിശ്വാസം അർപ്പിക്കാത്ത ആളുമായിരിക്കും. അള്ളാഹു അന്നാസ് മുസ്ലിഹം ബൈനഹും, അപ്പൊ ആൾക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വിശ്വാസ്യനല്ലാത്ത ഒരാള് എങ്ങനെ മുസ്ലിഹായി മാറും? മുസ്ലിഹായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ശരിക്കും തർബീയത്ത് കൊടുക്കുന്ന ആളായിരിക്കും, ശരിക്കും അദബുണ്ടാക്കുന്ന ആളായിരിക്കും, ശരിക്കും ഹുക്മ് പറയുന്ന നടപ്പാക്കുന്ന ആളായിരിക്കും, ആൾക്കാർ സ്വമേധയാ സ്വീകരിക്കുക അനുസരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. അതാണ് മുസ്ലിഹാണെങ്കിൽ ഉണ്ടാവുക. അല്ലാതെ വാക്കിന് വരല്ലാത്ത അധര വ്യായാമം നടത്തുന്ന ഒരാളായി ഒരിക്കലും ആൾ വരൂല എന്നാണ്. അവസാനം പറഞ്ഞു നിങ്ങൾ വാചകത്ത് പറയുന്ന സത്യം ചെയ്യലും മറ്റൊക്കെ അള്ളാഹു നന്നായി കേൾക്കുന്നുണ്ട്. അലീമുമായി തറത്തബലാമാരി, ഈ അസത്യം അനധികൃതമായി അസ്ഥാനം ധാരാളം ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമലുകളും അള്ളാഹു നന്നായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് ശരിക്കും നിങ്ങൾ മുറാഖബ ചെയ്യണം. അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ടുള്ള ഓർമ്മയിൽ അള്ളാഹുവിനോട് മുറാഖബ വേണം. ഏത് അമൽ ചെയ്യാനും ഏത് കൗല് പറയാനും നിങ്ങൾക്ക് പ്രേരണ വരുമ്പോൾ ആ പ്രേരണയുടെ തൊട്ടുമ്പിൽ അള്ളാഹുവിനെ നിങ്ങൾ നോക്കണം, പരസ്പരം ഓർമ്മിക്കണം. എന്താ ഓർമ്മിക്കണം? സമീപി അഹ്വാലിക്കും, നിങ്ങളുടെ കൗലുകൾ നന്നായി കേൾക്കുന്നുണ്ട് അള്ളാഹു. അലിയും അഫാലിക്കും, നിങ്ങളുടെ ചെയ്തികൾ നന്നായിട്ട് അറിയുന്നുണ്ട് അള്ളാഹു എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം, പരസ്പരം പറയണം. ലാലക്കും തഖ്ഷൂനിന്റെ ഹുദൂദി ഹിദായത്തിലും, അങ്ങനെ ഓർമ്മയും പറച്ചിലുണ്ടായാൽ അള്ളാഹു നൽകിയ ഹിദായത്തിന്റെ അതിർത്തിയിൽ നിങ്ങൾ നിൽക്കും. നിങ്ങൾ വിജയികളാവും. ഇല്ല കുൻതും മിനൽ ഖാസിരീൻ, അല്ലെങ്കിൽ നിങ്ങൾ
നഷ്ടക്കാരിൽ പെടുകയും ചെയ്യും. ആയത്തിന് ഇങ്ങനെ ഒരു പരിസമാക്കി അള്ളാഹു കൊടുത്തത് അതില് കനത്ത താക്കീത് ഉൾക്കൊള്ളുന്നു. അലാക്കസറത്തിൽ ഹലഫ്, സത്യം അധികരിപ്പിക്കുന്നതിന് ഉള്ള ശക്തമായ താക്കീത് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആ പരിസമാപ്തിയിൽ. മനുഷ്യന്റെ വാക്കുകളിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ചിന്തയോടുകൂടി വല്ലാഹി ലാ വല്ലാഹി എന്നൊക്കെ പറയുന്നത് ഇതിൽ കടന്നുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ കൽബ് നേടിയെടുത്ത കാര്യമാണെങ്കിൽ ശിക്ഷിക്കും, അല്ലാതെ അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞു പോകണമെങ്കിൽ ശിക്ഷിക്കൂല. വൈദ്യുതി ഈ അലോകം സാബ് നേരത്തെ പറഞ്ഞ അവിടെ ബാധകമാവും. കുല്ലുൽ ഹറജ് അലീം വഖദ് റഫഅ അല്ലാഹു ഹദൽ ഹറജ്, ഈ ഹറജ് അല്ലാഹു തആല ഉയർത്തി ബിഖൗലി ലാ യുആഖിദുകും അല്ലാഹു ബില്ലാഹി ഫീ അയ്മാനിക്കും ഫല്ലഹു ലഹു എന്ന് പറഞ്ഞാൽ അൻ യഖാൽ കലാം ഹഷ്ബൻ ഗൈറ മഖ്സൂദിൻ ബിഹി മഅനാ, ഹഷ്വായിട്ട് തികച്ചും ഒരു അസ്ഥാനത്ത് അല്ലെങ്കിൽ അമിതമായ രീതിയിലുള്ള വാക്ക് അവിടെ വന്നു പോവുക, ഉദ്ദേശമല്ലാതെ. നമ്മൾ നാക്കിപ്പഴന്നൊക്കെ പറയുന്നുണ്ട്, ആ രീതിയിൽ വന്നു പോകുന്നതാണ്. അവൻ പറയുന്നത് ഹാജിൽ അൽഫാദ് ലിസാൻ, നാവിലേക്ക് ഇങ്ങനെ സാബിക്കായിട്ട് വരുന്ന ഇത്തരം വാക്കുകൾ ആദത്ത് ജമീൻ, ഒരു സത്യ ഉദ്ദേശം കൊണ്ടല്ലാതെ ഓട്ടോമാറ്റിക്കലി നാവിൽ വരുന്ന വല്ലാഹി വല്ലാഹി വെറുതെ പറഞ്ഞ വാക്കുകൾ ലഹു മിനൽഖൗൽ, അതൊരു ലഹുവാണ്, പിഴവാണ്, വാക്കിൽ വരുന്ന പിഴവാണ്. ലാ തുഅദ്ദു ഐമാനൻ ഹഖീഖിയ്യ, അത് സത്യമായി പ്രതിജ്ഞയായി എണ്ണൂല. വലാ യുആഖിദുകും അല്ലാഹു തആല ബിഹാ ബിഫർദിൽ കഫാറത്തി അലൈഹ, അതിന് നിങ്ങൾ കഫാറത്ത് കൊടുക്കണം എന്ന് അള്ളാഹ് പുറത്താക്കണമെന്നില്ല, അങ്ങനെ ശിക്ഷിക്കൂല. വലാ ബിൽ ഇഖാബ്, പരലോകത്തെ ഇഖാബും തരൂല. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ കസ്ബാണോ അതിന് അള്ളാഹു നിങ്ങളെ പിടികൂടും. കരീം നിങ്ങളുടെ ഇത്തിദാലിന്, ഇത്തിദാല് പറഞ്ഞാല് വേണ്ടാത്തരം പഠിക്കുക, അർത്ഥമില്ലാത്ത പണിക്ക് ഒരു ഉർമത്തായിട്ട് അള്ളാഹുവിന്റെ പേരിനെ വെക്കാൻ നിങ്ങൾ സ്വദേശം ചെയ്തെടുക്കുകയാണെങ്കിൽ ശിക്ഷ ഉണ്ടാകും. അത് മാലിയ സാലിഹിലാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു തടസ്സമായിട്ട് അള്ളാഹ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ശിക്ഷ ഉണ്ടാകും. അതിൻ്റെ അള്ളാഹുലാഹുല്ലാസ്വലിക്കും വാക്കുവാലിനും, നിങ്ങളുടെ കോലവും വാക്കും എല്ലാം നോക്കണത് പുലാക്കി എന്തും കൽബും അമലോട് അള്ളാഹു നോക്കുന്നത്. അപ്പൊ ഹഷ്വായിട്ടുള്ള വെച്ചാൽ ആസ്ഥാനത്തുള്ള വളരെ പ്രയോജനകരമല്ലാത്ത വാക്കുകൾ, കൽബിൽ യാതൊരു ദശയും ഉണ്ടാക്കാത്ത വാക്കുകൾ, പല അശ്വന്റെ ലെവലിൽ അമലിലും പ്രത്യേകിച്ച് ഒരു പ്രഭാവം ചെലുത്താത്ത വാക്കുകൾ, നിമ്മ യാഫുവാണ് പല യാഹബലി, അത് അള്ളാഹു മാപ്പാക്കുന്നതാണ്, ശിക്ഷിക്കാത്തതാണ്. അള്ളാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ കൊടുക്കുന്നു, ഹിൽമ് കാണിക്കുന്നു എന്നാണ്. അവന്റെ കുലുക്ക അമലും കേടുവരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവൻ അബദ്ധവശാൽ ചെയ്യുന്നവരുണ്ട്, അത് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത്തരം ലമമിന് വന്നു പോകുന്ന, അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങളാണ് ലമം, അതിന് അള്ളാഹു ഒരു കൂട്ടി ശിക്ഷിക്കൂല. അല്ലെങ്കിൽ ഇത്തരം ലമമ് സൂക്ഷിക്കുക എന്നുള്ളത് അത് മനുഷ്യന്റെ ദൗർബല്യമാണ്. അപ്പൊ ആ ദൗർബല്യത്തിന് അള്ളാഹു ശിക്ഷിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു മനുഷ്യന്റെ കൽബുകൾ കസ്താക്കിയിട്ടില്ലാത്ത കാര്യത്തിന് അവർക്കൊന്നും നിർബന്ധം ചെലുത്തി പറയുന്നില്ല. അവർ നഫ്സുകളിൽ ബോധപൂർവം ചെയ്യാത്ത കാര്യത്തിന് അള്ളാഹു അവർക്ക് വിഷമമുള്ള യാതൊരു കാര്യവും അവർക്ക് നിയമമായി നിശ്ചയിക്കും. മനുഷ്യന്റെ ഇഖ്തിയാറിന്റെ സൽത്തത്തിൽ വരാത്ത കാര്യമാണ്. അതായത് എന്ത് വേണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ, വേണ്ടാത്ത ഒഴിവാക്കാനുള്ള വിവേചനാധികാരമാണ് സൽത്തത്തിൽ ഇഖ്തിയാർ. അതാണ് എന്നാൽ യമീനിന്റെ ലഹു എന്നുള്ളതിന് ഇതല്ലാത്ത വേറെ അർത്ഥങ്ങളും പറഞ്ഞ ഫഖാക്കളുണ്ട്. അവര് പറയുന്നത് മുസ്ലിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വല ഹാജത്തില്ല, പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല.
എന്നാൽ മുൻഗാമികളുടെ ജംഹൂറിന്റെയും അടുക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനോമുഖത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്തുന്നതുമായ അർത്ഥം നമ്മൾ ഈ പറഞ്ഞു തന്നെയാണ് എന്നുള്ളതാണ്. ഇനി പൊതുവായ ഈ യമീനുകൾ, സത്യങ്ങൾ, അതിന്റെ നിയമവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇന്തഖല ഇലാ യമീനിൽ ഖാസ്, ഒരു പ്രത്യേകമായ യമീനിന്റെ ഹുക്മിലേക്ക് അള്ളാഹു വരികയാണ്. സത്യം ഏതും പൊതുവായിട്ടുള്ള ഒക്കെയിൽ വരും. ഇനി പ്രത്യേകമായ ഒരു സത്യം ചെയ്യേണ്ട കാര്യമാണ് അടുത്ത ആയത്ത് പറയുന്നത്. അതാണ് എന്ത് ഇല്ലാതെന്നുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയോട് ഈലാഹ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ത്രീയുമായി സംസർഗത്തിന് പോകൂല എന്നൊരാണ് പ്രതിജ്ഞ ചെയ്യലാണ് ഈലാഹ് എന്ന് പറഞ്ഞത്. ഇതെപ്പോഴാണ് ആളുകളിൽ നിന്ന് ഉണ്ടാവുക? ഇന്ത്യൽ മുഖാലപത്തി വന്നായിരുന്നു പെട്ടെന്ന് കോപ്പവും ദേഷ്യമൊക്കെ വരുമ്പോൾ വന്നു പോകുന്ന ഒരു സത്യമാണ്. സത്യത്തിൽ അതില് സ്ത്രീക്ക് ഒരു അപമാനം വരുത്തലുണ്ട്. അവളുടെ അവകാശ നിഷേധമുണ്ട്. അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയും അവിടെ വരുന്നുണ്ട്. അപ്പൊ സ്ത്രീയുമായിട്ടുള്ള മുഖാറബ, പ്രത്യേകമായുള്ള മുഖാറബയാണ്. മാലൂമ അറിയപ്പെടുന്ന മുഖാറബയാണ്. ശാരീരിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒഴിവാക്കുമെന്ന് പറയുന്നത് മിറാർ, അവളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നത് മാസിയത്ത്, അത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ സത്യം ചെയ്യലോ അന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലുള്ള സത്യം ചെയ്യലാണ്. കാരണം അതിൽ മനുഷ്യന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച പരസ്പര കാരുണ്യം, പരസ്പര സ്നേഹം എന്ന സംഗതി ഉപേക്ഷിക്കുന്ന പരിപാടി അതിനകത്തുണ്ട്. അവിടെ തെറ്റാണ്. ജൗജേനിക്ക് തമ്മിൽ തറാഹം തവാദാണ് അള്ളാഹ് പറഞ്ഞത്. മലക്കറത്ത് പല താരിക്കാൻ അംഫസിഹിമാണ്. അങ്ങനെ ഒഴിവാക്കിയാൽ അതിന് പിന്നാലെ അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരും. അവരുടെ സ്വന്തം നഫ്സിൽ വരും. ആ നാശം അവരുടെ സന്തതികളിലും ബാധിക്കും, ബന്ധുക്കളിലും ബാധിക്കും. അതൊക്കെയാണ് ഒരാണും പെണ്ണും തമ്മിൽ തെറ്റിയുണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോ അതുകൊണ്ടാണ് അള്ളാഹു അത് അത്തരം ഇലാഹ് പ്രതിജ്ഞ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു നേരത്തെ പറഞ്ഞ രണ്ട് വഴികളൂടെ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ വഴി അനുസരിച്ച് നേരത്തെ പറഞ്ഞ ആയത്തിൽ ഈ ഹൽഫും പെടും. ഇങ്ങനെ ഈലാഹ് പറയുന്ന ഒരാള് എന്ത് വേണം? തെറ്റായ കാര്യമാണത് പ്രതിജ്ഞ ചെയ്തത്. സ്ത്രീയുമായി സമീപിക്കൂല എന്ന് പറഞ്ഞത് പ്രോത്സാഹനമായ കാര്യമല്ലല്ലോ. അപ്പൊ ആ മുഹാലി എന്ത് വേണം? അവൻ അത് ലംഘിക്കണം. ലംഘിച്ചതിന് കഫാറത്ത് കൊടുക്കണം. എന്നാൽ ആ ഒരു കാര്യം അവൻ ചെയ്യാതെ പോയാൽ അവൻ അവന്റെ സ്വന്തം നഫ്സിൽ മാത്രമല്ല കുറ്റക്കാരനാണ്. അവൻ അതിനുള്ള ജസാ കിട്ടിക്കോളും, അത് മതിയല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. അവന്റെ സ്വന്തം കാര്യത്തിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല, സ്വന്തം ഇണയായ സ്ത്രീയുടെ ഹക്കിനെ നിഷേധിക്കുക എന്നത് കൂടി അതിൽ വരുന്നുണ്ട്. ഈ അവകാശ നിഷേധവും ഈ അന്യായവും ഒരു നീതിയും അവൻ അംഗീകരിച്ചു കൊടുക്കുന്നില്ല, ഹലാലാക്കി കൊടുക്കുന്നില്ല. വലിതാലിക്ക് അഞ്ചൽ അള്ളാഹു ഈ ഹാദൽ ഹുക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഈ വിഷയത്തിൽ ഈ ഹുക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ കുറച്ച് കർക്കശമായ നിയമം അള്ള കൊണ്ടുവരും. അങ്ങനെ ഇലാഹ് ചെയ്തു കഴിഞ്ഞാൽ 4 മാസം അവൻ കാത്തിരിക്കണം എന്നാണ്. ഈ 4 മാസം എന്ന പീരീഡിനുള്ള ഒരു സംഗതിയായിട്ട് പറയുന്നത് ഒരു പുരുഷനുമായിട്ട് അകന്നിരിക്കാൻ ഒരു സ്ത്രീക്ക് വിഷമം ഇല്ലാത്തൊരു കാലാവധിയാണ് 4 മാസം വരെ എന്നുള്ളതാണ്. തന്റെ വിഷയത്തിൽ ഒരു തറബി, ഒരു ശാന്തമായ ആലോചന വരാൻ ഒരു മനുഷ്യന് മതിയായ സമയമാണ് 4 മാസം. ശരിക്കുള്ള ഒരു റുഷ്ദിലേക്ക് മടങ്ങാനും മതിയായ സമയമാണ് 4 മാസം. പ്രത്യേകിച്ചുള്ള കോപവും അവിവേകമൊക്കെ അടങ്ങിയിട്ട് ശാന്തമായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ ഈ 4 മാസം എന്ന കാലാവധി മതി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ഇലാ നടത്തിയ പുരുഷൻ
തന്റെ ഭാര്യയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? ബിയൻ ഹനസുഫിൽ യമീൻ, പറഞ്ഞ സത്യം ലംഘിക്കുകയും മുഖാറബുഹിന്റെ പേശന ഹാജിഹമുദ്ദ, ആ പറഞ്ഞ കാലത്തിനിടക്ക് അവരുമായിട്ട് മുഖാറബക്ക് അവൻ തയ്യാറാവുകയും ചെയ്താൽ വാഹിരിഹ, അല്ലെങ്കിൽ ആ കാലാവധി അവസാനിക്കാൻ കാലത്ത് അവർ സ്ത്രീയുമായി സംസർഗത്തിൽ വന്നാൽ അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറാണ് റഹീമാണ്, സത്യം ചെയ്ത് ലംഘിക്കേണ്ടി വന്നല്ലോ, അതിന് പുറത്തു കൊടുക്കുന്നു. യഗ്ഫിർ ലഹും മാ സലഫ ബിറഹ്മതിഹി വാസിയ, അല്ലെങ്കിൽ യഗ്ഫിർ ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും മാ സലഫ ബിറഹ്മതിഹി വാസിയ, മുമ്പ് കഴിഞ്ഞു പോയത് അവരുടെ വിശാലമായ കാരണത്താൽ പുറത്തു കൊടുക്കും. കാരണം അവരുടെ ഹക്കിലുള്ള ഒരു തൗബയാണ് ഈ മടക്കെന്ന് പറയുന്നത്, അവരിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഇനി വൈകുന്നേരം ഈ കാലാവധി കഴിഞ്ഞിട്ട് ഈ സ്ത്രീയെ പിരിയണം, തലാഖാക്കണം എന്നാണ് അവർ തീരുമാനിച്ചതെങ്കിൽ ഐ സമ്മു ഖസ്ദഹു, അത് തീരുമാനിച്ചുറച്ചുവെങ്കിൽ വാസമോ അല്ല യഊദു ഇലാ മുദാമസ നിസായി, ഇലാ യുഹിദ്ദൂൻ അല്ല ഇലാ യഊദു, അവിടെ വാവും കൂടി അതിന് ശേഷം വേണം, ഈ വൃത്തികരമില്ല. അപ്പൊ തങ്ങളുടെ സ്ത്രീകളുമായിട്ടുള്ള മുലാമസയിലേക്ക് ഇനി തിരിച്ചു പോകില്ല, അവരുമായുള്ള ശാരീരിക ബന്ധത്തിലേക്ക് തിരിച്ചു പോകില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലാഹു സമീഉൻ അലീം, ആ തീരുമാനിക്കുന്നവരുടെ വാക്കുകൾ എല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, അവരുടെ പ്രവൃത്തിയെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഇപ്പൊ യുറാഖിബുല്ലാഹു തആല, അള്ളാഹുവിനെ ശരിക്കും സൂക്ഷിക്കണം. ആലിമീൻ അന്നഹു തലാഖി, അവർ ചെയ്ത ഇലാവും, അവർ ചെയ്യാൻ പോകുന്ന തലാഖൊക്കെ അള്ളാഹു ശരിക്കും കേൾക്കുന്നുണ്ട് എന്നറിയുന്നവരായിരിക്കണം അവർ. അലിയും ബിനിയത്തിഹിം ഫീഹി, അത് ചെയ്യുമ്പോൾ അവരുടെ നിയ്യത്ത് അള്ളാഹു ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. ഫഇൻകാനു യുരീദൂന ബിഹി ഇദാ അന്നിസാ വമളാറതഹുന്ന ഫഹുവ യതവല്ല ഇഖാബ, ഫഹുവ എന്നുള്ള ആ ഹാ അവിടെ വന്നിട്ടില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള തന്നെ ഉദ്ദേശത്തിലാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ അവരെ രക്ഷിക്കുന്ന കാര്യം അള്ളാഹു തന്നെ ഏറ്റെടുക്കും. അപ്പൊ ഇൻകാനലഹും വദുറുൻ ശർഈൻ, എന്നാൽ അങ്ങനെ പറയാൻ ശർഈയായ ഒരു ഉദ്ര അവർക്ക് പറയാനുണ്ടെങ്കിൽ സ്ത്രീകളായോട് അങ്ങനെ ഒരു ഇല ഒരാൾ പറഞ്ഞതിനുള്ള പ്രേരണ എന്താണ്? പറഞ്ഞ കേൾക്കാത്ത സ്ത്രീകളാണ്, അവരുടെ തർബിയത്ത് മോശമാണ്. അപ്പോൾ അള്ളാഹ് നിൽക്കണം എന്നുള്ളതിനുള്ള ഒരു തർബിയത്ത് കൊടുക്കാൻ വേണ്ടി അല്പം കർക്കശമായ അവർ സെറ്റ് ചെയ്തത്, അങ്ങനെ ഒരു പ്രേരണ അല്ലാണ് ചെയ്തതെങ്കിൽ അതേപോലെ തന്നെ തലാഖിന് പിന്നെ തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ് മാറൂഫ നിലക്കുള്ള മുആശറ, അത് ശരിയായ രീതിയിലുള്ള ഒരു പരസ്പര ബന്ധം അത് സാധ്യമാവില്ല എന്ന നിരാശ വന്നു. ഈ സ്ത്രീയുമായി ഇനി ഒരു സാധാരണ ബന്ധം, ഒരു ദാമ്പത്യം സാധ്യമാവില്ല എന്നുള്ള നിരാശ വന്നു. ആ നിരാശയാണ് തലാഖിന് പ്രേരണയെങ്കിൽ ബഹുയാഫില്ലവും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അതിന്റെ. തന്റെ സ്ത്രീയുമായിട്ടുള്ള റഷയാൻ ഒഴിവാക്കും. റഷയാൻ എന്ന ശാരീരിക വീഴ്ച, ശാരീരിക വീഴ്ച ഒഴിവാക്കുന്ന ഒരു സത്യം ചെയ്താൽ പല അയ്യൂജുലഹുവിന്റെ 4 മാസത്തിനപ്പുറം കാത്തിരിക്കാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ ഈ പറയുന്ന സമയം തിരിച്ചു വന്ന ആ 4 മാസം പറഞ്ഞ് പൂർത്തിയാക്കിയാൽ ഹജലംബൈ, 2 ചോയ്സാണ് അതിന് മുമ്പിൽ ഉള്ളത്. ഒന്നുകിൽ തിരിച്ചു വരിക, ദാമ്പത്യം തുടരുക, ഔ അത്തല അല്ലെങ്കിൽ തലാഖ്, ഈ 2 ചോയ്സേ ഉള്ളൂ. ഈ 2-ൽ ഏത് തിരഞ്ഞെടുത്താൽ അള്ളാഹുവിന് ശരിക്കും മുറാഖബ വേണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശരിക്കും പാലിക്കാന്നുള്ള സ്ഥിതി വേണം. കാരണം ഇനി 4 കഴിഞ്ഞിട്ട് പോലിങ്ങനെ ഇവളെ സമീപിക്കുന്നില്ല, അടുപ്പിക്കുന്നില്ല എങ്കിൽ അവൻ വാക്കുകൊണ്ട് തലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിലും തൊഴിലുകൊണ്ട് തലാഖ് ചൊല്ലിയവനായി മാറി. ഈ പീരീഡ് കഴിഞ്ഞാൽ അവകളിൽ നിന്ന് അവൾ തല്ലക്കത്തായി മാറുന്നതാണ്, അവനെ പറഞ്ഞില്ലെങ്കിൽ പോലും. എന്തിനാണെന്ന് വെച്ചത്, അവൻ ഇവിടെ ബുദ്ധിമുട്ടിക്കണം എന്ന ഉദ്ദേശത്തിലാണല്ലോ ഈ ഒരു അയൽവട്ട അവസ്ഥ ഉണ്ടാക്കുന്നത്, അത് തടയാൻ വേണ്ടി. റോമ അംഫി എന്നാൽ അവന്റെ മൂക്ക് മണ്ണിലാക്കിക്കൊണ്ട് വിശാൽ അവന്റെ ഉദ്ദേശത്തെ അള്ളാഹു തആല തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിയമം വെച്ചത്. വഖീല
തുർഫഅ അംറുഹാ ഇലൽ ഹാക്കിം ഫയതല്ലഖ അലൈഹി. എന്നാൽ വേറൊരു അഭിപ്രായം തീല വന്നത് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീയുടെ കാര്യം ഭരണാധികാരിയുടെ അടുത്തേക്ക് റൈസ് ചെയ്യണം, എന്നിട്ട് അയാൾ മുഖേന തലാഖ് നടക്കണം എന്നാണ്. വൽ മസല ഖിലാഫിയത്തുൻ ഫീ ഹാദാ, ഈ വിഷയം ഇവിടെ ഖിലാഫിയാണ്. ലക്കിൻ ലാ ഖിലാഫ ഫീ അദമി ജവാസ് ബഖാഇ അലാ ഇസ്മതിഹി വ അദമി ബഅതി മളറത്തി. എന്നാൽ ഒരിക്കലും ഖിലാഫ് ഇല്ലാത്തൊരു കാര്യമാണ്. എന്താണ്? ഫീ അദമി ജവാസ് ബഖാഇഹ അലാ ഇസ്മതിഹി, തന്റെ ഇസ്മത്തിൽ അവളെ നിലനിർത്തുന്നത് ജായിസാണ്, ജായിസ് അല്ല എന്നുള്ള കാര്യത്തിൽ. വ അദമി ബഅതി മളറത്തി, അവളെ ബുദ്ധിമുട്ടിക്കൽ പാടില്ല എന്നുള്ള കാര്യത്തിൽ അതിൽ യാതൊരു തർക്കമില്ല. അതിൽ ഫളല്ലാഹു തആല ഫൈത അൽ തലാഖ്, കാരണം തലാഖിനേക്കാൾ ഏറ്റവും വിശിഷ്ടം അവളിലേക്ക് തിരിച്ചു വരലാണെന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഈ ജാൽ ഫൈയത്തി അൽ മഗ്ഫിറ വർ റഹ്മ, കാരണം ഇങ്ങനെ ഫൈയത്ത് വന്നാൽ, മടങ്ങി വന്നാൽ അതിന് പകരം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുന്നതാണ്. വഹദാ ഇലാ മുറാഖബത്തി ഫിൽ അസ്മർ തലാഖ്, എന്നാൽ തലാഖിന് തീരുമാനിക്കാനുണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം എന്നുള്ള ഗൈഡൻസ് അല്ലാഹു നൽകുകയും ചെയ്തു. വദക്കറ അൽ-മുഅല്ലി ബിസംഇ തആല ലിമാ യഖൂൽ, ഈ ഈലാ ചെയ്യുന്ന ആളെ മുഹ്ലിയെ അള്ളാഹു തദ്കിറത്തെയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അവന്റെ വാക്കുകൾ അള്ളാഹു കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് താക്കീത് ചെയ്ത് ഓർമ്മിപ്പിക്കാൻ. അവൻ തന്നെ നഫ്സിൽ സ്വകാര്യമായി ഒളിപ്പിച്ചു വെച്ചതും അതേപോലെ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമലെന്തോ അതും അള്ളാഹു അറിയുന്നുണ്ട് എന്നും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. എത്ര പൂർത്തിയാക്കല്ലേ? അപ്പോ ഒരു കാലാവധി പറയാതെ ഒരാൾ ഈലാഹ് ചെയ്താൽ അതിന്റെ ഹുക്കുമാണത്. കാലാവധി പറയാതെ പറഞ്ഞാൽ തന്നെ 4 മാസമാണ് മാക്സിമം നമ്മൾ കണക്കാക്കി. മുദ്ദത്തെ കഥ അർത്ഥം. ഇനി അഥവാ ഒരാള് ഇത്രയും കാലം ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു, എന്നിട്ട് 4 മാസത്തിനേക്കാൾ അപ്പുറമുള്ള പരിധി പറഞ്ഞാലും അത് നിലനിൽക്കൂല, അത് 4 മാസത്തിൽ ഒതുങ്ങും എന്നുള്ള പറയാം. മുദ്ദത്ത് അർബാത്യാശോ ഒരാൾക്ക് മൂഷയിന് ഇതാക്കമ്പ. ഇനി 4 മാസത്തിൽ കുറഞ്ഞൊരു പീരീഡാണ് അവർ ഈലാഹ് ചെയ്യുന്നതെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന്റെ പേരിൽ ഒന്നും അവൻ ലാസിമാവില്ല. ഒഫിൽ അർബാത്തി ഖിലാഫ്, എന്നാൽ ഈ പറഞ്ഞ 4ലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്വന്തം സ്ത്രീകളോട് ഈലാഹ് ചെയ്യുക എന്നുള്ളതിന് അള്ളാഹ് താരിയത്തായിട്ട് മിന്നാണ് കൊണ്ടത്. ആരാ മിൻ, ഓരോ ഫീലിന് ഓരോ താരിയത്ത് ഉണ്ടാവും. ആൻ, അല ഒക്കെ പറയാം. റളിയ ആൻ, റളിയ ബി, അതുപോലെ അല എന്നൊക്കെ പറയുന്നത്. അതേപോലെ ഇവിടെ മിന്നാണ്. മിൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ്. അപ്പൊ സ്ത്രീയിൽ നിന്നുള്ള ഒരു പിരിച്ചിൽ, ഒരു ബന്ധവിച്ഛേദനം എന്നൊരാശയം അതിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് മിൻ എന്നുള്ള താരിയത്ത് കൊണ്ടുവന്നത്. ഇൻഫിസാലിന്റെയും മുഫാറത്തിന്റെയും അർത്ഥം യോജിപ്പിക്കാൻ വേണ്ടിയാണ് മിൻ എന്ന താരിയത്ത്. വഹുവ മിനൽ ബലാഗത്ത് വൽ ഇജാസ് നോക്കാൻ, അതില് വലിയ ഇജാസ് ഉണ്ട്, വലിയ ബലാഗുണ്ട്, വലിയ സ്ഥാനത്ത് തന്നെ ഉണ്ട്. അല എന്ന് പറയാം 3 അക്ഷരമായിട്ട്, ആല എന്ന് പറയാം ഫാല പോലെ, ഇഹ്തല എന്ന് പറയാം ഇഹ്താല പോലെ. അതൊക്കെ ചെയ്ത അതിനൊക്കെ പറഞ്ഞാലും അഞ്ചഫല കഥ ഇന്ന് ചെയ്യാൻ അലിയുണ്ടായി, ഈലാഹ് ഉണ്ടായി, ഇത്തിലാഹ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹൽഫ് ഉണ്ടായിരുന്നത്. ആ ഇലാഹ് സാധാരണ പറയപ്പെട്ട സത്യത്തിലെ ശർഈയായ ഒരു വസ്തുതയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അത്ര നിസ്സാരമായ ഒരു വാക്കല്ല ഈ വാക്ക്. അതിന് അതിൻ്റെതായിട്ടുള്ള ബന്ധനങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇലാഹ് എന്നുള്ളത് ജാഹിലിയ്യ കാലത്ത് വ്യാപകമായ ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ അങ്ങനെ നമ്മൾ കാണുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ പോലും അതിന്റെ ഹുക്മ് ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു വ്യക്തമായി വിശദീകരിക്കുക. അപ്പം സ്ത്രീ പുരുഷ ബന്ധം, ദാമ്പത്യം എന്നുള്ളതിന്റെ മഹത്വവും പ്രാധാന്യവും വളരെ പ്രകടമായും വിശദീകരിക്കുന്ന ആയത്തുകളാണ് ഇതൊക്കെ എന്നുള്ളത്. ഇനി തലാഖിൽപ്പെട്ടവരുടെ